തമസോമ ജ്യോതിർഗമയ. ഇന്നിവിടെ പറയുന്നത് വാരങ്ങൾ, അവയുടെ നദികൾ. ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 7 നദികളെക്കുറിച്ചാണ്. ഗംഗേ ച ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു കുരു പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ആവാഹയാമി ശുദ്ധോദകം തീർത്ഥമാവാഹയാമി ബ്രഹ്മം വിഷ്ണു മഹേശ്വര ഗംഗായേ നമഃ. പറയുന്നത് എപ്രകാരമെന്ന് വെച്ചാൽ, പുരാണങ്ങളിലൂടെ പറയുന്നത് ഞായർ ഗംഗ, തിങ്കൾ യമുന, ചൊവ്വയ്ക്ക് ഗോദാവരി, ബുധൻ്റെ സരസ്വതി, വ്യാഴത്തിന് നർമ്മദ, വെള്ളി അതായത് ശുക്രൻ അതിന് സിന്ധു, ശനിക്ക് കാവേരി. പ്രത്യേകിച്ചും ശനിപ്പഴകൾക്ക് ശ്രീരംഗത്ത്, തൃശ്ശിനാപ്പള്ളി ശ്രീരംഗം കാവേരി നദിയിൽ കുളിച്ചാൽ ശനിപ്പഴകൾ നീങ്ങുമെന്ന് പറയുന്നത് സത്യമാണ്. അനുഭവസ്ഥരും അപ്രകാരം പറയുന്നു. ശ്രീ രംഗനാഥനെയും രംഗലക്ഷ്മിയെയും തൊഴുത് അവിടുന്ന് ആ ദേവീ ദേവന്മാരുടെ അന്നദാനം കഴിച്ച് പോന്നാൽ പല കാര്യസാധ്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. തടസ്സമുള്ള വിവാഹങ്ങൾ, പ്രശ്നമുള്ള ദാമ്പത്യ കുഴപ്പങ്ങൾ, ഭവന സംബന്ധമായ പ്രശ്നങ്ങൾ, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രകാരത്തിലും ശനിപ്പഴ കാലങ്ങളിലാണ് ഈ വക തടസ്സങ്ങളെല്ലാം ഉണ്ടാവുക. ആ ശനിപ്പഴകൾക്ക് കാവേരി നദിയിൽ കുളിച്ച് തൊഴുത് വന്നു കഴിഞ്ഞാൽ വളരെ 100% പേരും അനുഭവസ്ഥരുണ്ട് ഇപ്പോഴും, ഞാൻ ഉൾപ്പെടെ.